ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരുപാട് മക്കൾ പ്രാർത്ഥന ആവശ്യപ്പെടാറുണ്ട്. അവർക്കായിട്ടാണ് ഇന്നത്തെ പ്രാർത്ഥന. ജോലിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണ് നമ്മളിൽ ഭൂരിപക്ഷത്തിൻ്റെയും ജീവിതമാർഗം. എന്നാൽ ചിലപ്പോഴെങ്കിലും അപ്രതീക്ഷിതമായി നമുക്ക് ജോലി നഷ്ടങ്ങൾ ഉണ്ടായേക്കാം. ജീവിതം വഴിമുട്ടിയേക്കാം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നുപോയേക്കാം. പുറമേ നിന്ന് നോക്കുമ്പോൾ ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമായിരിക്കും അതെല്ലാം. ഇത്തരമൊരു സാഹചര്യത്തിൽ നമുക്ക് ചിലരോടൊക്കെ ദേഷ്യം തോന്നിയേക്കാം, അസൂയ തോന്നിയേക്കാം. പക്ഷേ തിരുവചനം പറയുന്നത് അതൊന്നും വേണ്ട എന്നാണ്. വചനം ഇക്കാര്യത്തിൽ നമ്മോട് പറയുന്നത് ഇങ്ങനെയാണ്. പ്രഭാഷകന്റെ പുസ്തകം 11-ാം അധ്യായം 21-ാം തിരുവചനം. കർത്താവിൽ ശരണം വെച്ച് നിന്റെ ജോലി ചെയ്യുക. ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി. കേട്ടോ, വചനം ഒന്നുകൂടെ ഹൃദയത്തിലൊന്ന് ആഴത്തിൽ ഉറപ്പിക്കണേ. കർത്താവിൽ ശരണം വെച്ച് നിന്റെ ജോലി ചെയ്യുക. ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി. എല്ലാം തകർന്നു പോയി എന്ന് കരുതി വിഷമിച്ചിരിക്കുന്ന മക്കളൊക്കെ മനസ്സിൽ കുറിച്ചിട്ടോളൂ. മുന്നോട്ടിനി ഒരു വഴിയുമില്ലെന്നോർത്ത് വേദനിച്ചിരിക്കുന്നവര് ആഴത്തിൽ വിശ്വസിച്ചോളൂ. ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി. നമുക്ക് ഈ വചനത്തിൽ വിശ്വസിക്കാം. നമുക്ക് കർത്താവിൽ ശരണം വയ്ക്കാം. ലക്ഷപ്രഭുവോ കോടീശ്വരനായില്ലെങ്കിലും കർത്താവ് നമ്മുടെ അത്താഴം മുടക്കുകയോ അനുദിന ജീവിത വ്യാപാരങ്ങളിൽ ബുദ്ധിമുട്ട് വരുത്തുകയോ ഇല്ലെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. പാപിയുടെ നേട്ടങ്ങളിൽ അസൂയയില്ലാതെ കർത്തവ്യങ്ങൾ നിഷ്ഠയോടെ അനുഷ്ഠിച്ച് ജോലി ചെയ്യാൻ വേണ്ട കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ കൂപ്പാം. നമ്മുടെ സാമ്പത്തിക മേഖലകളൊക്കെ അനുഗ്രഹിക്കപ്പെടാനായി ഈ സായാഹ്നത്തിൽ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, കടഭാരം കൊണ്ട് വലയുന്ന മക്കൾ ആരെങ്കിലുമൊക്കെ ഈ നിമിഷം നെഞ്ചു പൊട്ടി നിന്നെ വിളിച്ച് സമയമിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ തമ്പുരാനെ നീ ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കണ്ണീരിലേക്ക്, പ്രശ്നങ്ങളിലേക്ക് ഈശോ ഈ സമയം നീ കടന്നു വരണമേ. നിനക്ക് പരിഹരിക്കാൻ പറ്റാത്തതായ കടബാധ്യതകളൊന്നും ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലില്ല എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. നിനക്ക് പരിഹരിക്കാൻ പറ്റാത്തതായ പ്രശ്നങ്ങളൊന്നും ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലില്ല ഈശോയെ വിശ്വസിക്കുന്നു. തിരിച്ചറിയുന്ന ഈശോയെ, സുഭാഷിതങ്ങളിലൂടെ അങ്ങ് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെയാകട്ടെ. അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. ഈശോ, നീ ഈ മക്കൾക്കായി ഒരു വഴി തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂരിരുട്ടിൽ വഴി കാണാതെ അലയുന്ന മക്കളുടെ ജീവിതങ്ങളിൽ വചനത്തിൻ്റെ വെളിച്ചം വീശണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഞങ്ങളുടെ സാമ്പത്തിക മേഖലകൾ, ജോലി, ബിസിനസ് മേഖലകൾ, കൃഷിയിടങ്ങൾ, വരുമാന സ്രോതസ്സുകളൊക്കെ അനുഗ്രഹിക്കപ്പെടാനായിട്ട് ഈ സമയം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജോലി മേഖലകൾ, പഠന മേഖലകളൊക്കെ അനുഗ്രഹിക്കപ്പെടാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇന്ന് ഞങ്ങൾക്കുള്ളതെല്ലാം നിൻ്റെ ദാനമാണ് ഈശോയെ. ഞങ്ങളുടെ സമ്പത്ത്, ജോലി, ഇന്ന് ഞങ്ങൾ താമസിക്കുന്ന ഈ വീട്, എന്തിനു പറയണം, ഒരു വാടക വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നതെങ്കിൽ പോലും ഈശോയെ, അതും നീ തന്നതാ. നിൻ്റെ കരുണയാണ് ഈശോയെ. നിൻ്റെ കരുണയില്ലെങ്കിൽ ഞങ്ങൾക്കിതൊന്നും കിട്ടത്തില്ല. കർത്താവേ, ഞങ്ങൾക്കുള്ളതെല്ലാം നിൻ്റെ ദാനമായി ഈശോ. നീ തന്നതാണ്. നീ തരാത്തതായി ഞങ്ങൾക്കൊന്നുമില്ല ഈശോയെ. നീ ആഗ്രഹിക്കാത്തതും അനുഗ്രഹിക്കാത്തതുമായ യാതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല നാഥ. ഈ സമയം ഞങ്ങളുടെ സാമ്പത്തിക മേഖലകളെല്ലാം അനുഗ്രഹിക്കപ്പെടാനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കടഭാരങ്ങൾ കർത്താവെ ഈ സമയം പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ ശക്തിയുള്ള അത്ഭുത നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് ഈ സമയം അമ്മ പ്രാർത്ഥിക്കണമേ. തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങളുടെ സാമ്പത്തിക മേഖലകൾ അനുഗ്രഹിക്കപ്പെടാനായി, കടഭാരങ്ങൾ എടുത്തു മാറ്റപ്പെടാനായി പിതാവേ മാധ്യസ്ഥ്യം വഹിക്കണമേ. അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈ വചനം പഠിച്ചു വെച്ചോളൂ കേട്ടോ. പ്രഭാഷകൻ 11:21.
കർത്താവിൽ ശരണം വെച്ച് നിന്റെ ജോലി ചെയ്യുക. ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി. വളരെയേറെ പ്രയാസങ്ങളിലൂടെ, സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ, തകർന്ന അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ മക്കളെ, നിരാശയിലേക്ക് പോകാതെ ഈ വചനം ആവർത്തിച്ചു പറഞ്ഞേ. ഈ വചനം നിങ്ങളുടെ ജീവിതങ്ങളിൽ മാംസം ധരിക്കട്ടെ. ഈ വചനത്തിൻ്റെ അഭിഷേകം നിറയട്ടെ. ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ, ഈ വചനത്തിൻ്റെ ശക്തിയാൽ നിങ്ങളുടെ സാമ്പത്തിക മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളെ സമ്പന്നനാക്കാൻ നിങ്ങളുടെ കർത്താവിന് ഒരു നിമിഷം മതി. ആമേൻ. ആരോരുമില്ല മുറിവേറ്റവന്റെ മുറിവാരുണക്കും യേശുനാഥ, അണയാൻ തുടങ്ങുമീ മൺചിരാതിന്റെ അരികിലാരണയും യേശുനാഥ. ആരോടു ചൊല്ലുമീ ദുഃഖങ്ങളൊക്കെയും ശ്രീയേശുനാഥ പൊന്നുനാഥ. ആരേറ്റെടുക്കുമീ ഭാരങ്ങളൊക്കെയും ആശ്വാസദാ